കണ്ണൂർ തലശ്ശേരിയിൽ CPM പ്രവർത്തകൻ UK സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. സലീമിനെ കൊന്നത് CPM പ്രവർത്തകരാണെന്ന് പിതാവ് KP യൂസഫ് പറഞ്ഞു. സലീമിനും സുഹൃത്ത് റയീസിനും ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ചില രഹസ്യങ്ങൾ അറിയാമായിരുന്നു. സലീം കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് റയീസിനെ റെയിൽ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും സലീമിന്റെ പിതാവ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. വിചാരണയ്ക്കിടെ പിതാവ് നൽകിയ മൊഴിയുടെ പകർപ്പും മീഡിയ വണ്ണിന് ലഭിച്ചു. 2008 ജൂലൈ 23-നാണ് സലീം കൊല്ലപ്പെട്ടത്. അത് മാർക്കിസ്റ്റായിരുന്നു വരാൻ അന്ന് ഇപ്പൊ ഒന്നല്ല, അന്നും അങ്ങനെയാ പറഞ്ഞില്ല. അന്ന് ഇതിന്റെ കോടതി കൊടുക്കുമ്പോൾ മാർക്കിന്റെ പേര് പറഞ്ഞിട്ടില്ല, അത് ഗവൺമെന്റ് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ കോടതി സമയം കഴിഞ്ഞു പോയിരുന്നു, മാർക്കിസ്റ്റാറിന്റെ പേരായിട്ട് പറഞ്ഞിട്ടാണ് തള്ളിയത്. ഈ സലീമിനും റയീസിനും എന്തോ അറിയാമായിരുന്നു എന്നാണോ? സലീമിനും റയീസിന്റെ ഇവിടെ പലയാൾക്കും പലതരം, അതിന്റെ ഇവിടെ പല ആത്മഹത്യകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് ഇവിടെ ശരിയായ അന്വേഷണം വന്നാൽ ഇതെല്ലാം പെടിയിട്ട് വരും. അത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? അതെ, ഫസൽ കേസുമായിട്ട്. അത് ഫസൽ കേസ് കഴിഞ്ഞാലാണ് ഈ സംഭവം എല്ലാം ഉണ്ടാകുന്നത്. അതെല്ലാം ഇവർക്ക് അറിയാമായിരുന്നു ഫസൽ കേസ്, അതാണ് ഇവർ പേടിയായിട്ട്. ഫസൽ കേസിൽ എന്താണ് സംഭവിച്ചെന്ന് ഇവർക്ക് രണ്ടുപേർക്കും എല്ലാം അറിയാം. അത് പുറത്തു വരുന്ന വെച്ചിട്ടാണ് ഇതെല്ലാം നടന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, CPM-നെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സലീമിന്റെ പിതാവ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സലീമിന്റെ കൊലയ്ക്ക് പിന്നിലെ കാരണങ്ങൾ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്? ദിവ്യ, 2008 ജൂലൈ മാസം 23-ാം തീയതി രാത്രി ഏതാണ്ട് 7:45 മേലൂർ ഹുസൻമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സലീം കൊല്ലപ്പെടുന്നത്. ഒരു ഓട്ടോറിക്ഷയിലെത്തിയ ഒരു സംഘം സലീമിനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം തന്നെ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം സലീം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് CPM-ന്റെ ഒരു പ്രാദേശിക നേതാവ് തന്നെ ഫോണിൽ വിളിച്ചു, ഒന്ന് കാണണം, അടിയന്തരമായി കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എന്നാണ് പിതാവ് പറയുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയ സലീം പിന്നീട് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വീട്ടുകാർ അറിയുന്നത്. എന്തായാലും അതിനുശേഷം ഇദ്ദേഹം ഇതിലൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണം, അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പലയിടങ്ങളിൽ കയറിറങ്ങിയും പല നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നടപ്പിലായില്ല. ഒടുവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ NDF പ്രവർത്തകരാണ് കൊല നടത്തിയതെന്ന് കണ്ടെത്തുകയും അവരെ 5 NDF പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ കേസിന്റെ വിചാരണ നടക്കുന്നത്. ആ വിചാരണയ്ക്കിടെയാണ് അദ്ദേഹം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഈ സലീമിന്റെ പിതാവ് യൂസഫ് ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്. അതായത് ഈ കൊലപാതകം നടത്തിയത് CPM പ്രവർത്തകർ തന്നെയാണ്. അതിന് ചില സാഹചര്യ തെളിവുകളുണ്ട്, ചില സാക്ഷ്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. അതൊക്കെ തനിക്ക് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം 2 ദിവസം മുമ്പ് കോടതി മുമ്പാകെ എത്തി ഇത്തരമൊരു വെളിപ്പെടുത്തൽ കോടതിയിൽ തന്നെ നടത്തുകയും ചെയ്തു. ആ കോടതിയിൽ അദ്ദേഹം നൽകിയ മൊഴിയുടെ പകർപ്പും നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ യൂസഫിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് കുറേ സാഹചര്യ തെളിവുകൾ ഉണ്ട്. അതായത് പ്രധാനമായും ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫസൽ വധക്കേസിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് കൃത്യമായി സലീമിന് അറിയാമായിരുന്നു, സലീമിന്റെ സുഹൃത്ത് റയീസിന് അറിയാമായിരുന്നു, ഇവരുടെ ഒരു കോമൺ സുഹൃത്തായ മറ്റൊരാൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ 3-4 ആളുകൾക്ക് ഇത്തരം വിശദാംശങ്ങൾ അറിയാമായിരുന്നു. എന്തായാലും ആ ഇടയ്ക്കാണ് ഒരു ദിവസം റയീസ് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം സലീമിന് വലിയ ഭയമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഏതാണ്ട് ഒരാഴ്ചയോളം അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. മാത്രമല്ല അതിനുശേഷം ഇവരുമായി ബന്ധപ്പെട്ട ഒരു 3-ാമതൊരാൾ സമാന സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് യൂസഫ് പറയുന്നത്. അതായത് ഈ ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കുമൊക്കെ ഈ കേസുമായി ഫസൽ വധക്കേസുമായി ഏതോ തരത്തിലുള്ള ബന്ധമുണ്ട്, അത് അന്വേഷിക്കണം, അത് കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ വെട്ട് കിട്ടിയ ഉടൻ തന്നെ പാർട്ടി പ്രവർത്തകർ അവിടെ എത്തുകയും തൊട്ടടുത്ത് ഇന്ദിരാഗാന്ധി അവിടെ സാധാരണഗതിയിൽ ഈ അക്രമങ്ങളൊക്കെ തലശ്ശേരി ഭാഗത്ത് നടന്നാൽ CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് പരിക്കേറ്റ ആളുകളെ കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ കൊണ്ടുപോകാതെ നേരെ മാഹിയിലൊരു സാധാരണ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് തിരികെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, സലീമിന്റെ ഫോൺ CPM-ന്റെ പ്രാദേശിക നേതാക്കളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോണിൽ ചില സുപ്രധാനമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ ഫോൺ കിട്ടിയാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല വട്ടം പോലീസിനും പിന്നീട് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനെയും ഒക്കെ സമീപിച്ചിരുന്നു. എന്നാൽ CPM-ന്റെ ചില പ്രാദേശിക നേതാക്കൾ വിളിച്ച് ഇനി ആ ഫോൺ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് യൂസഫിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. അങ്ങനെ പല തരത്തിൽ, അതായത് ഒപ്പം അവിടെ ഒരു രക്തസാക്ഷി ഫണ്ട് സലീമിന് വേണ്ടി പിരിച്ചു, വലിയ പണം പിരിക്കുന്നു. ആ പണം പിരിച്ചതിൽ 50,000 രൂപ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുത്തു. ബാക്കി തുക കൊണ്ട് ആ പ്രദേശത്ത് തന്നെ ഹുസൻമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത്
സലീമിന്റെ പേരിൽ ഒരു CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അവിടെ പണിയുകയും ചെയ്തു. ആ ലഭിച്ച 50,000 രൂപ കൊണ്ടാണ് പിന്നീട് നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയത്. നിയമ പോരാട്ടത്തിൽ നിന്നും പാർട്ടി പിന്നീട് സഹായമൊന്നും നൽകിയില്ല. അങ്ങനെ പലതരത്തിൽ ഉള്ള ആരോപണങ്ങൾ, ഇത് സംശയമുണ്ടാക്കുന്ന, ഈ കൊലപാതകത്തിന് ചില സംശയങ്ങൾ തോന്നുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളാണ് യൂസഫ് അതായത് സുനിൽ, ഉന്നയിക്കുന്നത്.